കാരുണ്യ കൈവീണക്കായൊരു ജ്യോതിസേ, നേരായ മാർഗം നീ കാട്ടേണമേ. ഇത്തിരി മുന്നോട്ടു പോകുവാനായെന്റെ ഉൾത്തരിയൊന്നു തെളിക്കേണമേ. ഉൾത്തരിയൊന്നു തെളിക്കേണമേ. കാണായവയ്ക്കെല്ലാം പിന്നിൽ പൊരുളായി കാണപ്പെടാതെ ഇരിപ്പവോനെ, ഞാനൊരു മൺതരി മാത്രമാണെങ്കിലും ഞാനുമാവിടുത്തെ സൃഷ്ടിയല്ലോ. നമ്മളെ 19ാം സംസ്ഥാന സമ്മേളനവും ഇന്ന് കൂടുമ്പോൾ ഇവിടെ വന്നവർ കുറേ പേര് ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട്. അവരും ഉടനെ എത്തിച്ചു തരും. അപ്പോൾ എനിക്ക് എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നതാണ്. അപ്പോൾ സ്വാഗതത്തിന് മുന്നേ വിശിഷ്ട വ്യക്തികളായ ശ്രീ ആന്റണി രാജ് സാർ അവറുകളും ശ്രീ MLA M. വിൻസെൻ്റ് അവറുകൾ ഓൺ ദ വേ ആണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. എന്നാലും നമ്മുടെ സംഘടനയും ഈ സ്ഥാപനങ്ങളും നേരിടുന്ന 2 പ്രശ്നങ്ങൾ ഒന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൂടെ പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. 2005 രൂപീകരിക്കുക ആദ്യമായി ഈ കേരളത്തിലൊരു ഹോം നേഴ്സിംഗ് പ്ലേസ്മെൻറ്റ് സെക്യൂരിറ്റി സ്ഥാപനങ്ങൾക്ക് ഒരു സംഘടന എന്ന ആശയം മുന്നോട്ട് വരികയും അത് നമ്മൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയും ചെയ്തു. പല കാര്യങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് നടന്നു. ഇപ്പോഴും നിരവധിയായ പ്രശ്നങ്ങൾ ഈ ഹോം നേഴ്സിംഗ് മേഖല നേരിടുന്നു. അപ്പോൾ അതിൽ പ്രധാനമായി ഒരു ഏകീകൃത ലൈസൻസ് നമ്മൾ സംഘടന വന്ന കാലം മുതൽ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു ലൈസൻസ് ഏർപ്പെടുത്തണമെന്ന്. പക്ഷേ അതിൻ്റെ ഒരു പടി കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആദ്യമായി സെക്യൂരിറ്റി സ്ഥാപനങ്ങൾക്ക് ഒരു ലൈസൻസ് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏർപ്പെടുത്തി. അന്നൊരു കരട് രേഖ ആ ഗവൺമെൻറ് ഹോം നേഴ്സിംഗ് പ്ലേസ്മെൻറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി. അതിൽ ചില അപാകതകൾ കണ്ട് നമ്മുടെ സംഘടന അത് ചൂണ്ടിക്കാണിച്ചു. അതിനുശേഷം ആ ഗവൺമെൻറ് മാറി രണ്ടാമത്തെ ശ്രീ പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യ സർക്കാരിൻ്റെ കാലത്ത് ഈ കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹം സാമൂഹ്യക്ഷേമ വകുപ്പിന് ഇതിൻ്റെ നമ്മൾ കൊടുത്ത കത്ത് കൈമാറുകയും സാമൂഹ്യക്ഷേമ വകുപ്പാണ് ഹോം നേഴ്സിംഗ് മേഖലയ്ക്ക് ഇത് രജിസ്ട്രേഷൻ നൽകേണ്ടതെന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് അവരോടൊരു കരട് രേഖ തയ്യാറാക്കാനും നിർദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കരടുണ്ടായി. അത് പത്രങ്ങളിലൊക്കെ പ്രസിദ്ധപ്പെടുത്തിയെങ്കിലും ആ ഗവൺമെൻറ് മാറി രണ്ടാമത്തെ ഗവൺമെൻറ് വന്നപ്പോൾ അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവുകയും കഴിഞ്ഞ നിയമസഭയിൽ ആ ബില്ല് വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആ ബില്ല് ഗവൺമെൻറ് അനുവദിച്ചില്ല. അപ്പോൾ അതിനകത്ത് ചില തെറ്റുകൾ, അതായത് സ്ഥാപനങ്ങളെ വലിഞ്ഞു മുറുക്കുന്ന ചില നടപടികളാണ് ആ കരടിലുണ്ടായിരുന്നത്. അത് നമ്മൾ ചൂണ്ടിക്കാണിച്ച് അത് മാറ്റം വരുത്തി അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതങ്ങനെ ഒരു ലൈസൻസ് ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിൽ നമുക്ക് ഏതൊരുവിധ ലൈസൻസും ഈ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലം മുതൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏരിയകളിൽ കോർപ്പറേഷനുകളിൽ നിന്നും നമ്മുടെ സ്ഥാപനങ്ങൾക്ക് ഒരു ലൈസൻസ് നൽകുന്നുണ്ട്. അത് ഓരോ കോർപ്പറേഷനും ഓരോ രീതിയിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലാണെങ്കിൽ ആഫീസിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ അടിസ്ഥാനത്തിലും മറ്റ് കോർപ്പറേഷനുകൾ ഒരു നിശ്ചിത തുകയും ഏർപ്പെടുത്തിക്കൊണ്ടാണ് ലൈസൻസ് നൽകുന്നത്. ഇപ്പം നമ്മൾ സംഘടന കാലാകാലമായി ആവശ്യപ്പെട്ട് വരുന്നത് ഈ തൊഴിലാളികൾക്കൊരു പെരുമാറ്റച്ചട്ടം വേണം. എന്നാൽ മാത്രമേ ഈ മേഖല ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. കാരണം ഇന്നൊരു ജോലിക്ക് വിട്ടാൽ പിറ്റേ ദിവസം അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞ് ഇറങ്ങിപ്പോയാൽ ആ കസ്റ്റമറും ഈ സ്ഥാപനങ്ങളും തമ്മിലാണ് പ്രശ്നമുണ്ടാവുകയും നിരവധിയായ കേസുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പം അത് ഇങ്ങനെ ഒരു സംഘർഷം അത് ഇപ്പം ഗവൺമെന്റിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ സാമൂഹ്യക്ഷേമ വകുപ്പ് പുതിയൊരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുന്നതിനെയും അതിനകത്ത് ചില പരാതികളുടെ അടിസ്ഥാനത്തിലാണ് തൊഴിലാളികൾക്ക് ശമ്പളം വാങ്ങുന്ന അത്രയും കൊടുക്കുന്നില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. അത് ഞാൻ സാമൂഹ്യക്ഷേമ വകുപ്പ് അതിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്.
സംഘടന ഒരു ഏകീകൃത സാലറിയാണ് കേരളത്തിൽ മുഴുവനും നടപ്പിലാക്കുന്നത്. അപ്പൊ അതിനകത്ത് ചില വരുന്നതെന്ന് പറയുന്നത് ഈ രജിസ്ട്രേഷൻ ഫീസും സർവീസ് ചാർജും സാലറിയും ഒന്നിച്ചാണ് ഈ ആഫീസുകൾ കസ്റ്റമറിൽ നിന്ന് വാങ്ങുന്നത്. ഈ കസ്റ്റമർ ജോലിക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ മൊത്തം അടച്ച എമൗണ്ട് പറയുന്നു. ഇപ്പൊ 20 മേടിച്ചാൽ 20 എന്ന് പറയും. അപ്പൊ ജോലിക്കാരി കൂടെ വരുമ്പോൾ 18 കിട്ടുള്ളൂ. അവർ പറയും 2000 രൂപ പിടിച്ചു. ഇത് അവരുടെ ശമ്പളത്തിന് അല്ല പിടിക്കുന്നത്, ഈ കസ്റ്റമറിൽ നിന്നുള്ള സർവീസ് ചാർജാണ്. അങ്ങനെ നിരവധി പരാതികൾ ഗവൺമെന്റിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം സാമൂഹ്യക്ഷേമ വകുപ്പ് ഒരു പുതിയ അന്വേഷണം നടക്കുന്നത്. ഇപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇപ്പൊ നേരിടുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഒരു പ്രധാന പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. ഈ ജോലിക്ക് വിടുന്ന നല്ല തൊഴിലാളിയെ കിട്ടിയ കസ്റ്റമർ അവരെ നേരിട്ട് നിർത്തുന്നു. അപ്പം അത് അവർ തിരിച്ചു വരില്ല. അപ്പം നമ്മൾ ഒരുപാട് പരസ്യം കൊടുത്തുമ്പോൾ ഒരാളിനെ സംഘടിപ്പിച്ച് വിട്ടാൽ ഇത് തിരിച്ചു വരാത്ത അവസ്ഥ, ഈ സ്ഥാപനങ്ങൾ ആളില്ലാതെ പൂട്ടിപ്പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. അപ്പൊ ഇതാണ് നമ്മൾ നേരിടുന്ന വെല്ലുവിളി. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ഇപ്പൊ നിയമസഭ നടക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഈ കാര്യങ്ങൾ കാണിച്ച് അദ്ദേഹത്തിന് ഞാൻ നാളെയോ തിങ്കളാഴ്ചയോ തന്നെ ഒരു കത്ത് നൽകുന്നതാണ്. അപ്പൊ അദ്ദേഹം നമ്മളെ നിയമസഭയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് സഹായിക്കും എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ ഈ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ശ്രീ ആന്റണി രാജു സാറ്. അദ്ദേഹം പ്രഗത്ഭനായ ഒരു ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു. ട്രാൻസ്പോർട്ടിൻ്റെ മന്ത്രിയായിരുന്ന കാലത്ത് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി. അങ്ങനെ പ്രഗത്ഭനായ ഒരു വക്കീലാണ്. അപ്പം നമുക്ക് നമ്മുടെ ഈ സമ്മേളനം നടക്കുന്നതും ഞാനും ഒക്കെ വോട്ട് ചെയ്യുന്ന നിയോജകമണ്ഡലത്തിൻ്റെ MLA കൂടെയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു. രണ്ടാമത് നമ്മുടെ ഈ അവാർഡ് ദാനം നടത്താമെന്ന് ഏറ്റിട്ടുള്ള ശ്രീ M. വിൻസെന്റ് MLA ആണ്. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ 11 മണിക്ക് മുന്നേ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹവും പ്രഗത്ഭനായ ഒരു അഭിഭാഷകനും നല്ല നിയമസഭാ സാമാജികനും എൻ്റെ സുഹൃത്തും കൂടെ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത് നമ്മുടെ ഈ ആശംസ പറയാൻ എത്തുമെന്ന് പറഞ്ഞിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ അഡ്വക്കേറ്റ് VG ഗിരികുമാറാണ്. അദ്ദേഹത്തെ ഒരു കേസിൻ്റെ ട്രയൽ രാവിലെ ഇന്ന് നടക്കുന്നത് കൊണ്ട് എത്തിച്ചേരാൻ വൈകും എന്ന് പറഞ്ഞിരുന്നു. അത് തീരെയാണെങ്കിൽ എത്താമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പദം അലങ്കരിക്കുന്ന പ്രിയ സുഹൃത്തും സംഘടനയുടെ എല്ലാമായ ട്രഷറർ ശ്രീ അനിൽ സാർ, അദ്ദേഹത്തെ സവിനയം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന എൻ്റെ സഹഭാരവാഹികളായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ രാജേഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി ശ്രീ VS മഹേഷ്, സംസ്ഥാന സെക്രട്ടറി ശ്രീ പ്രിന്റി പ്രഭാകരൻ, തിരുവനന്തപുരം ജില്ലയുടെ സെക്രട്ടറി ഈ സമ്മേളന സ്വാഗത സംഘ ചെയർമാനുമായ ശ്രീ R. സന്തോഷ് കുമാർ എന്നിവരെയും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും പേര് മനസ്സിലുണ്ട്. എല്ലാ ജില്ലയുടെയും പ്രസിഡന്റുമാരുണ്ട്, ജില്ലാ സെക്രട്ടറിമാരുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ ഈ 19ാം സംസ്ഥാന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി മുൻ മന്ത്രിയും MLA-യുമായ ശ്രീ ആന്റണി രാജു സാറിനെ സ്വാഗതം ചെയ്തു. സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ശ്രീ CP അനിൽ, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സംഘടനയുടെ ഭാരവാഹികളായ ശ്രീ ആറാലമ്മൂട് ചന്ദ്രബാബു, ശ്രീ സന്തോഷ് കുമാർ R, ശ്രീ VS മഹേഷ്, ശ്രീ രാജേഷ് കുമാർ, ശ്രീ പ്രിന്റി പ്രഭാകരൻ തുടങ്ങി ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന കേരള പ്ലേസ്മെന്റ് സെക്യൂരിറ്റി ആൻഡ് ഹോം നഴ്സിംഗ് സർവീസ് അസോസിയേഷന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ, സഹോദരി സഹോദരന്മാർ, ഇന്ന് കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്
അല്ലെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഒരു സംഘടനയാണ് KPSHSA. ഒരു 30-40 കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു മേഖലയെ അധികമാരും വിഭാവന ചെയ്തിരുന്നില്ല. എന്നാൽ ഇന്ന് പല വീടുകളും ഹോം നേഴ്സിംഗ്, അതുപോലെ തന്നെ സെക്യൂരിറ്റി തുടങ്ങിയ സംവിധാനങ്ങളുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു ജീവിത സാഹചര്യമാണ് നമ്മുടെയൊക്കെ കേരളത്തിൽ പ്രത്യേകിച്ചുള്ളത്. ഒരുപാട് ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് പണം സമ്പാദിച്ച് ജീവിക്കാനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അവരുടെ മാതാപിതാക്കൾ പലപ്പോഴും ഒറ്റപ്പെട്ട് ഇവിടെ ജീവിക്കേണ്ടി വരുന്നു. അപ്പൊ അങ്ങനെയുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ളതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു പ്രധാന വിഭാഗമാണ് ഈ ഹോം നഴ്സിംഗ്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോ എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ പോലും അച്ഛനും അമ്മയും ജോലിക്ക് പോവും, മക്കള് സ്കൂളിൽ പോവും, പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത പ്രായാധിക്യമുള്ള ആളുകളുള്ള വീടുകൾ, അവിടെ നിങ്ങളുടെ സഹായമില്ലാതെ ആ വീടുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീടുകൾ, സ്കൂളിലേക്ക് പോകാൻ പ്രായമായിട്ടില്ല, അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്, മൂത്ത കുട്ടികൾക്ക് ചിലപ്പോൾ സ്കൂളിൽ പഠിക്കാൻ പോകണം, ഏറ്റവും അവസാനത്തെ കുട്ടിക്ക് ചിലപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയാൻ കഴിയില്ല, അവരെ സംരക്ഷിക്കാനും ആള് വേണം. പഴയ ഒരു കാലമല്ല ഇന്ന്. അതുകൊണ്ട് തന്നെ ഇത്തരം ജീവിത സാഹചര്യങ്ങളുമായി മല്ലടിക്കുന്നവരുടെ ഒരു അഭയകേന്ദ്രമാണ് നിങ്ങളുടെയൊക്കെ തണലിൽ ജോലി ചെയ്യുന്ന ഹോം നഴ്സസ്. സെക്യൂരിറ്റി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് ഏതാണ്ട് എല്ലാ സ്ഥാപനങ്ങളുടെയും ഫ്ലാറ്റുകളുടെയും പല വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും എല്ലാം സംരക്ഷണം, അവിടെയൊക്കെ അതിന് സെക്യൂരിറ്റിയുടെ സാന്നിധ്യം അനിവാര്യമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയുള്ള CCTV ക്യാമറകളും സംവിധാനങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അവിടെ പേഴ്സണലായിട്ട് ഉള്ള സെക്യൂരിറ്റിയുടെ സാന്നിധ്യമാണ് ഉടമസ്ഥർക്കൊരു മനോധൈര്യം പകരുന്നത്. നമുക്ക് ഇന്നിപ്പോ CCTV ഉണ്ടെങ്കിൽ ലോകത്ത് ഏത് രാജ്യത്തിരുന്നുകൊണ്ടും അവരുടെ വീട്ടിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഏത് രാജ്യത്തിരുന്നുകൊണ്ട് വേണമെങ്കിലും കാണാൻ, കേൾക്കാൻ, മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ എങ്കിൽ പോലും ഹോം നേഴ്സസിന്റെയും സെക്യൂരിറ്റിയുടെയും ഒക്കെ സാന്നിധ്യം തന്നെ അനിവാര്യമായിരിക്കുന്ന ഒരു ജീവിതാവസ്ഥയിലേക്കാണ് നമ്മുടെ സംസ്ഥാനം പ്രത്യേകിച്ച് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇത് രണ്ടും, ഹോം നേഴ്സിംഗും അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി സംവിധാനവും രണ്ടും തുല്യ പ്രാധാന്യം അർഹിക്കുന്നതായി മാറിയിരിക്കുക. അതുകൊണ്ട് തന്നെ കേരളത്തിലെ 10,000-കണക്കിന് ആളുകളുടെ ഒരു ജീവിത ഉപാധിയായി ഒരു സാമാന്യം മോശമല്ലാത്ത ഒരു വേതനം ലഭിക്കുന്ന ഒരു സാഹചര്യവും ഇതുമൂലം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പണ്ടൊക്കെ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് എല്ലാവരും. പക്ഷെ ഇന്നിപ്പോ നമുക്കറിയാം, MG റോഡിൽ കൂടെ നടന്നു പോയാലും പല കടകളുടെയും മുമ്പിൽ ഒരു ബോർഡുണ്ട്, ജോലിക്കാരെ ആവശ്യമുണ്ട്, സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട്. അപ്പോ നമ്മുടെ സംസ്ഥാനം ഒരു അൺഎംപ്ലോയ്മെന്റ് ഉള്ള സ്റ്റേറ്റ് ആണെന്ന് പറയാൻ എങ്ങനെ കഴിയും? കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലിക്കാരുടെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു, ഇവിടെ തന്നെ ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നു. പണ്ടൊക്കെ ഒരു 10, 30, 40 കൊല്ലങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും കടയിലാണെങ്കിലും ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടുതലായിരുന്നെങ്കിൽ ഇന്ന് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് ഈ ജോലി കൊണ്ടൊരു മെച്ചപ്പെട്ട വേതനം കിട്ടില്ല എന്നുള്ളത് കൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും പോയി ജോലി ചെയ്ത്
ജീവിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. അവിടെ ഹോം നേഴ്സായി വിദേശത്ത് ജോലി ചെയ്തുകൊണ്ട് ഇവിടെ 2 ഹോം നേഴ്സിനെ വെക്കുന്ന ആളുകളുണ്ട്, അല്ലേ? വിദേശ രാജ്യങ്ങളിൽ ഹോം നേഴ്സായിട്ടാണ് പോയി ജോലി ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ആ വീട്ടിൽ 2 ഹോം നേഴ്സിനെ അവരിവിടെ പോസ്റ്റ് ചെയ്യും. കാരണം അവിടെ മെച്ചപ്പെട്ട വേതനം. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ എന്ത് ജോലി ചെയ്യാനും ഒരു മടിയില്ല. തങ്ങളുടെ നാട്ടിൽ അതേ ശമ്പളം കൊടുക്കാന്ന് പറഞ്ഞാൽ ആ ജോലി ചെയ്യാനൊരു മടിയാണ്. അത് മലയാളികളുടെ ഒരു സവിശേഷതയാണ്. വെളിയിലൊക്കെ പോയാൽ മാടുപോലെ പണിയെടുക്കും. ഏത് നിയമം ഉണ്ടെങ്കിലും അക്ഷരാർത്ഥത്തിൽ അത് പാലിക്കും. ഒരു മുദ്രാവാക്യം വിളിയില്ല, വേതനം കൂട്ടാൻ സമരമില്ല, ജോലി സമയത്തിനെ കുറിച്ച് ആശങ്കയില്ല, ശമ്പളം അല്പം വൈകിയാലും പരാതിയില്ല. പക്ഷെ ഇവിടെ വന്ന സ്വഭാവം മാറും. അത് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. വെളിയിൽ ഇപ്പോൾ എന്ത് അച്ചടക്കമുള്ളവരാ നമ്മളല്ലേ? ഇത്രയും അച്ചടക്കമുള്ള ഒരു ലോകത്ത് വേറെ ആരും കാണില്ല മലയാളികളെ പോലെ. പക്ഷേ കേരളത്തിന് പുറത്തായിരിക്കണമെന്നേ ഉള്ളൂ. വിമാനത്താവളത്തിൽ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്വഭാവം മാറുക, നമ്മളല്ലാതായി മാറും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം പൊതുവായി നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഞാനൊക്കെ ഈ ഹോം നേഴ്സിങ്ങിനെ കുറിച്ച് കേട്ടു തുടങ്ങിയത് പണ്ട് സേവ എന്ന് പറഞ്ഞൊരു സംഘടന ഇവിടെ തിരുവനന്തപുരത്ത് ആരംഭിച്ചപ്പോൾ, സെൽഫ് എംപ്ലോയിഡ് വിമൻസ് അസോസിയേഷൻ, ഒരു 10-30 കൊല്ലം മുമ്പായിരിക്കണം. അത് 10-35 കൊല്ലങ്ങൾക്ക് മുമ്പ്. ചിലപ്പോൾ അല്ലാതെ അതിനു മുമ്പ് പല സ്ഥലങ്ങളിലും തുടങ്ങിയിട്ടുണ്ടാകും. പക്ഷേ ഹോം നേഴ്സസായി ജോലി ചെയ്യുന്നവരുടെ ആത്മാഭിമാനം നിലനിർത്താനും അവർക്ക് മെച്ചപ്പെട്ടൊരു വേതനം ലഭിക്കുവാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും ഇന്ന് കഴിയണമെങ്കിൽ ഇതുപോലെയുള്ള സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലേ പറ്റൂ. അത് ഹോം നേഴ്സസിനും നല്ലതാണ്, വീട്ടുകാർക്കും നല്ലതാണ്, സംഘടനയ്ക്കും നല്ലതാണ്. കാരണം ഒരു വ്യക്തിയുമായി ഉണ്ടാക്കുന്ന ഒരു കരാർ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നേരിട്ട് ബന്ധപ്പെട്ട് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പരിമിതികളുണ്ട്. ഒരു സംഘടന വഴി അല്ലെങ്കിൽ ഒരു സംവിധാനം വഴി, ഒരു രജിസ്റ്റേർഡ് സംവിധാനം വഴി ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്ക് ആളെ വിളിക്കുമ്പോൾ അതിന് ആ സംഘടനയുടെ ഉത്തരവാദിത്വമുണ്ട്. സംഘടനയുമായി നേരിട്ടുള്ള ബന്ധം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഒരാൾ മാറണമെങ്കിൽ വേറൊരാളെ കൊടുക്കാൻ സംഘടന നിർബന്ധിതമാവും. പക്ഷെ ഇതിൽ നമ്മളിപ്പോ കാണുന്നൊരു പരാതി, ചില സംഘടനകൾ, എല്ലാം ഞാൻ പറയുന്നില്ല, തൊഴിലാളികളെ നല്ലതുപോലെ ചൂഷണം ചെയ്യുന്ന ചില സംഘടനകളും ഉണ്ട്. ബഹുഭൂരിപക്ഷം പേര് അങ്ങനെയൊന്നല്ല. കാരണം ഉപഭോക്താവിൽ നിന്ന് വാങ്ങിക്കുന്ന വേതനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം നിങ്ങൾ സർവീസ് ചാർജായി എടുക്കണം. കാരണം നിങ്ങളുടെ ജോലി ടെൻഷനും ഉത്തരവാദിത്വം വളരെ വലുതാണല്ലോ. പേര് തന്നെ ഹോം നഴ്സിംഗ് സർവീസ് അസോസിയേഷൻ എന്നാണ്. അപ്പോൾ ഒരു സർവീസാണ്. ആ സർവീസ് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള കഠിനാധ്വാനം വളരെ വലുതുമാണ്. വെറും ഒരു മിഡിൽ മാനായി മാത്രമല്ലല്ലോ നിങ്ങൾ നിൽക്കുന്നത്. ആരെങ്കിലും ഒരു ജോലിക്ക് ഒരു സ്ഥലത്തേക്ക് അയച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംഘടനയ്ക്കാണ് ഏറ്റെടുക്കേണ്ടി വരുന്നത്. അവര് ഗുണം ചെയ്താലും ദോഷം ചെയ്താലും. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിന്റെ പിന്നിൽ ഒരു ടീമായി പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഒരു മെച്ചപ്പെട്ട വേതനം ലഭിക്കുന്നില്ലെങ്കിൽ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. സ്ഥാപനത്തിന്റെ സ്ഥിതി ചെയ്യുന്ന കടയുടെ അല്ലെങ്കിൽ ഓഫീസിന്റെ വാടക, അതിന്റെ കറണ്ട്, അതിന്റെ ഫോണ്, അതിന്റെ വെള്ളം, ആ ഓഫീസിലെ സ്റ്റാഫിന്റെ ശമ്പളം, പിന്നെ ഇതിന്റെ ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരുടെ അവർക്കുള്ള വേതനം, ഇതെല്ലാം വരുമ്പോൾ ഒരു ചെറിയ തുകയല്ല എന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. പക്ഷേ നിങ്ങൾ പറഞ്ഞുവിടുന്ന ഒരു ജീവനക്കാരി അവര് നോക്കുമ്പോൾ ഇത് എന്താ, ഞങ്ങൾ ജോലി ചെയ്യുന്നു, ഇതാണ്ട് ഇത്ര രൂപ അവർ മേടിച്ചുകൊണ്ട് പോകുന്നു. ഈ ചെലവിനെ കുറിച്ച് അവർ പലപ്പോഴും ബോധവാന്മാരാകാറില്ല. എന്നാൽ ഇന്നിപ്പോ ഇവിടെ സംസ്ഥാനത്താകെ ഒരു ഏകീകൃതമായ ഒരു സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് മാത്രമല്ല, ഉണ്ടാക്കിയെടുക്കാനും അത്ര എളുപ്പമല്ല. കാരണം ഓരോ വീട്ടിന്റെയും ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ ജോലിയാണ് ഓരോ വീട്ടിലെയും പോയി ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോൾ നിശ്ചിതമായ ഒരു ശമ്പളം കേരളം മുഴുവൻ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാലും അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രായോഗികമായി നോക്കുമ്പോൾ.
പ്രസംഗിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ചില വീട്ടുകാരന് ഒരു മെച്ചപ്പെട്ട സർവീസ് കിട്ടുന്ന ഒരു ആളെ കിട്ടിയാൽ അവരുടെ അടുത്ത് പറയും, നിങ്ങൾ എന്തിനായി സംഘടനയിൽ പോണത്? ആ സംഘടന കൊടുക്കുന്ന പൈസയും കൂടെ ഞാൻ തരാം, നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ. അങ്ങനെ സർവീസായി സംഘടന മേടിക്കുന്ന പണം കൂടെ കയ്യിൽ കിട്ടുമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി എന്നാ പിന്നെ സംഘടന വിട്ട് നേരിട്ടായി കളയാം എന്ന് പറഞ്ഞ് വീട്ടുകാരുമായി നേരിട്ട് കരാറുണ്ടാക്കി മുന്നോട്ട് പോകുന്ന ആളുകളുമുണ്ട്. പക്ഷെ കുറെ കഴിയുമ്പോഴായിരിക്കും വീട്ടുകാരുടെ തനിനിറ ഇവരെ അറിയുന്നത്. അപ്പോഴത്തേക്കും സംഘടനയും ഇല്ല, വീട്ടുകാരും ഇല്ലാതെ വഴിയാധാരമാകുന്ന ആളുകളുമുണ്ട്. ഇതൊക്കെ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ ഇപ്പോ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്ന ഒരു പ്രയാസം, ഇത് ഏത് സംഘടനയിൽ കൂടിയാണ് നല്ല ആളെ കിട്ടുന്നത് എന്നുള്ള അറിയാനൊരു മാർഗവുമില്ല. ഏറ്റവും മോശം സർവീസ് കൊടുക്കുന്ന ആളാണ് ഏറ്റവും കൂടുതൽ ബോർഡ് വയ്ക്കുന്നത്. കാരണം ബോർഡ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ആളെ വിളിക്കുള്ളൂ. ഏറ്റവും നല്ല സർവീസ് കൊടുക്കുന്ന ആൾ ബോർഡ് വച്ചില്ലെങ്കിൽ അവിടെ ആൾ അന്വേഷിച്ചെത്തും. നമ്മൾ ചില ചായക്കടകൾ കണ്ടിട്ടില്ലേ, നല്ല ഭക്ഷണം കൊടുത്താൽ ഒരു ബോർഡും വേണ്ട, അവിടെ ആൾ ഇടിച്ചു കയറി വരും. എത്ര ഉള്ളിലാണെങ്കിലും നല്ല ടേസ്റ്റുള്ള ഭക്ഷണം, വൃത്തിയുള്ള ഭക്ഷണം, നന്നായിട്ട് സർവീസ് കിട്ടുന്ന കട, ഇതൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ ആൾ അവിടെ കയറുള്ളൂ. അതിനൊരു ബോർഡും വേണ്ട, അഡ്രസ്സും വേണ്ട, വാട്സാപ്പ് ഫോണും വേണ്ട, മൊബൈലിലും വേണ്ട, അഡ്വർടൈസ്മെന്റും വേണ്ട, ഒന്നും വേണ്ട. നാട് നീളെ ഇലക്ട്രിക് പോസ്റ്റുകളിൽ കൊണ്ട് ഒട്ടിക്കുകയും വേണ്ട, ഇല്ലേ? ഇതെല്ലാം ഈ പരസ്യം കൂടുന്നുമ്പോ നോക്കിക്കൊള്ള ഈ സംഘടനയ്ക്ക് എന്തോ, സർവീസ് സംഘടനയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. കാരണം അവിടെ ചെലവാകുന്നില്ല, ആളുടെ ചെലവാകുന്നില്ല. അപ്പൊ നിങ്ങളുടെ സർവീസിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ സംഘടനയുമായി ഞങ്ങൾ ബന്ധപ്പെടുന്നു. ഞങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സർവീസ് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഭാഗത്ത് ഞാൻ സംസാരിക്കുക. അപ്പൊ മെച്ചപ്പെട്ട സർവീസ് കൊടുക്കാനുള്ളൊരു സംവിധാനം വേണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇത് യഥാർത്ഥം ഏതാ വ്യാജന ഏതാ ഒരു തിരിച്ചറിയാൻ നോക്കൂല. ആദ്യം ഒരു ബോർഡ് വെച്ചെല്ലാം വ്യാപകമായിട്ട് കുറെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ അടുത്തൊന്നും പൈസ വാങ്ങിച്ച് രജിസ്ട്രേഷൻ വാങ്ങിക്കും. നാട്ടുകാരിൽ നിന്ന് രജിസ്ട്രേഷൻ വാങ്ങിച്ചു കഴിയുമ്പോൾ ഒറ്റ മുങ്ങലാണ്. പിന്നെ ബോർഡും കാണൂല, സർവീസും കാണൂല, എവിടെ അന്വേഷിച്ചു പോകും? അതുകൊണ്ട് ഒരു ഏകീകൃത, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഏകീകൃത ലൈസൻസ് സംവിധാനം ഇതിന് അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. കാരണം ഇത് വ്യാപകമായി സംസ്ഥാനത്തുടനീളം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരെണ്ണമാണ്. ഇനി കൂടുകയുള്ളൂ, കുറയില്ല. കാരണം എന്താ, വിദേശ രാജ്യത്ത് പോകുന്ന ആളുകളുടെ എണ്ണം കൂടുകയും അവരുടെ രക്ഷകർത്താക്കൾക്ക് പ്രായം കൂടിക്കൂടി വരികയും ചെയ്യുന്നത് കൊണ്ടും ഇവിടെ നിങ്ങളുടെ സഹായമില്ലാതെ പല വീട്ടുകാർക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അവിടെ വ്യാജനയും നല്ലതിനെയും തിരിച്ചറിയാൻ ജനങ്ങൾ കഴിയണമെങ്കിൽ ഒരു സംവിധാനവും നിയന്ത്രണവും ഗവൺമെന്റിൻ്റെതായ ഒരു പരിശോധനയും ഒരു ലൈസൻസിങ് സമ്പ്രദായം അത്യന്താപേക്ഷിതമാണ്. കാരണം ഈ ജോലിക്ക് പോകുന്ന ആളുകളുടെ ആരോഗ്യം എങ്ങനെ, പകർച്ചവ്യാധി വല്ലതും ബാധിച്ച വല്ലതും ആണോ ജോലിക്ക് പോകുന്നത്? നിങ്ങൾക്കറിയാമോ? കണ്ടാൽ നല്ല സാരിയെ കൊടുത്ത് കുട്ടപ്പയായിട്ട് വരും. പക്ഷെ ഒരു മെഡിക്കൽ ഹെൽത്ത് പരിശോധിക്കുമ്പോഴായിരിക്കും അറിയുന്നത് ചിലപ്പോൾ പകർച്ചവ്യാധി, മറ്റ് രോഗങ്ങൾ. അത് ലൈസൻസ് സമ്പ്രദായം ഉണ്ടെങ്കിൽ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലം മനസ്സിലാക്കാൻ പറ്റും. മറ്റേത് നിങ്ങൾ പാവം പോലെ വന്ന് നിൽക്കും, ജോലി കൊടുക്കും, വീട്ടിൽ ചെല്ലും, അവസാനം വീട്ടിൽ നിന്ന് പരാതി വരും, 3 ദിവസം എന്നും 4-ാം ദിവസം ആള് വരുന്നില്ല, ഇവിടെ ഇരുന്ന ആളെയും കണ്ടില്ല, വീട്ടിലുണ്ടായിരുന്ന സ്വർണവും കണ്ടില്ല എന്ന് പറയും. നിങ്ങളെ ആയിരിക്കും ആദ്യം ചോദ്യം ചെയ്യാൻ വേണ്ടത്. നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങളുടെ തന്നിരിക്കുന്ന കാർഡും വ്യാജമായിരിക്കും, പോയി തീർന്നു. സ്വർണവും പോയി, സ്ഥാപനവും പോയി. അവസാനം പിറ്റേ ദിവസം പേപ്പറിൽ ഫോട്ടോ വരുന്നത് നമ്മുടെ ആറാലമ്മൂടി ചന്ദ്രബാബുവിന്റെ പടം ഇങ്ങനെ വന്നു നിൽക്കും. ആണെങ്കിൽ അദ്ദേഹം കൊടുത്ത ആളാണ്. അദ്ദേഹത്തിന്റെ ആളാരാണെന്നുള്ള അദ്ദേഹത്തിന്റെ ആധാർ കാർഡ് കൊണ്ടുവന്ന ആളെ നോക്കി എല്ലാം ഒപ്പിച്ചെടുത്തിട്ടാണ് വിടുന്നത്. ആധാറേ വ്യാജമാണെങ്കിൽ പിന്നെ ആറാലമ്മൂട് ചന്ദ്രബാബു ഇല്ലേ? ചന്ദ്രബാബു. അതുകൊണ്ട് ഇവർക്കുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത്യന്താപേക്ഷിതമാക്കണം. അടിക്കടിയുള്ള ആരോഗ്യ പരിശോധന, ഹെൽത്ത് കാർഡുകൾ ഇവർക്ക് നിർബന്ധമാക്കണം. അവർക്ക് സൗജന്യമായി സംസ്ഥാന സർക്കാർ ആശുപത്രികളിൽ പീരിയോഡിക്കൽ ചെക്കപ്പ് എല്ലാ ദിവസവും വേണ്ട, വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ആരോഗ്യ പരിശോധന ഉള്ള ഒരു സർട്ടിഫിക്കറ്റും
അത്യന്താപേക്ഷിതമാണെങ്കിൽ മാത്രമേ ഇത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സംവിധാനം ഒരു മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് ഉയർന്നു പോകാൻ കഴിയും. വിദേശ രാജ്യങ്ങളിലേക്ക് ഹോം നേഴ്സിങ്ങിന് പോവുകയാണെങ്കിൽ ഇതെല്ലാം വേണമല്ലോ. ഇത് മാത്രം പോരല്ലോ, വേറെ പലതും വേണമല്ലോ. പിന്നെ നമുക്കിവിടെ എന്താ അത് ബാധകമായിക്കൂടാത്തത്? അതുകൊണ്ട് അംഗീകൃത സംഘടനകൾ, അതുപോലെ അംഗീകൃത സംഘടനകളിലൂടെ മാത്രമേ ഇത്തരം സംവിധാനങ്ങൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ സംഘടനകൾക്കും ഒരു ബലം, ഒരു അംഗീകാരം ഉണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ബലം വേറെയാണ് സംഘടനകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സംഘടനയുടെ തിരിച്ചറിയൽ കാർഡ് ഇപ്പൊ ഏത് റോഡിൽ കൂടെ പോകണമെങ്കിൽ കഴുത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുമല്ലോ സാധനം. പക്ഷെ ഹോം നേഴ്സുമാർക്കുണ്ടോ? നിങ്ങളുടെ ഏതാണോ, ഏത് സർവീസ് സ്ഥാപനമാണോ ഇവരെ അയക്കുന്നത്, അവരുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അവരൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ, കളക്ടർ വരെ ഇട്ടുണ്ടല്ലേ നടക്കുന്നത്, ചീഫ് സെക്രട്ടറി ഇട്ടുണ്ടല്ലേ നടക്കുന്നത്. നമ്മൾ സർവീസ് അയക്കുന്നവർ വീട്ടിൽ സർവീസ് ചെയ്യുമ്പോൾ തിരിച്ചറിയൽ കാർഡ് അത്യന്താപേക്ഷിതമാണ്. ഉണ്ടോ? വീട്ടിലിട്ടുകൊണ്ട് നിൽക്കുവോ? ഇല്ല. വീട്ടിൽ ചെല്ലുമ്പോൾ ഊരിക്കളയുമോ? അവർക്ക് പറ്റുമെങ്കിൽ സംസ്ഥാനത്ത് ബസ്സുകളിൽ ഒരു കൺസെഷൻ കൂടെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് സുഖമായിരുന്നു. 10 രൂപ കൊടുത്താൽ എവിടെയും പോകുമായിരുന്നു. ഏറ്റവും കൂടുതൽ അതിന്റെ പ്രയോജനം കിട്ടിയത് എൻ്റെ ഈ ഹോം നേഴ്സുമാർക്കാണ്. കാരണം 30 രൂപ കൊടുത്താൽ ഏത് ബസ്സിന് എത്ര പ്രാവശ്യം ഒരു ദിവസം കയറി യാത്ര ചെയ്യാൻ, എത്ര വീട്ടിൽ വേണമെങ്കിലും പോയി ചെയ്യാമെന്ന് മാത്രമല്ല, എത്ര ദൂരം പോയി ജോലി ചെയ്ത് തിരിച്ചു വന്നാലും 30 രൂപ കൊടുത്താൽ മതി. എന്നോട് പലരും പറയുമായിരുന്നു, ഈ ഹോം നേഴ്സുമാരാ പറഞ്ഞത്, സാറേ 10 രൂപ കൊടുത്തു, പണ്ടൊക്കെ എത്ര 50-60 രൂപ ആകുന്നിടത്ത് ഇപ്പോൾ 19-20 രൂപ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു 10,500 രൂപ അതിൽ തന്നെ ലാഭമാണെന്ന് പറഞ്ഞു. ഇപ്പൊ എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൂടിയോ കുറഞ്ഞോന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കുറഞ്ഞിട്ടില്ല, കൂടിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചില പത്രങ്ങളിലൊക്കെ ചില വാർത്ത വരുന്നുണ്ട്. അപ്പൊ അതും ഹോം നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കൺസെഷൻ സമ്പ്രദായം ഏർപ്പെടുത്തിയാൽ എന്താ കുഴപ്പം? വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ഉണ്ട്, മറ്റു പലർക്കും കൺസെഷൻ ഉണ്ട്. ഹോം നേഴ്സുമാരെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന ഒരു വലിയ സർവീസ് അല്ലേ, അത് പൊതുസമൂഹത്തിന് ചെയ്യുന്ന ഒരു സർവീസാണ്. അപ്പോൾ ഒരു ഐഡന്റിഫിക്കേഷൻ കാർഡായി, ഐഡന്റിറ്റി കാർഡായി. അതുമൂലം പൊതുജനങ്ങൾക്ക് ഒരു വലിയ സേവനം ചെയ്യാൻ അത്രയും എമൗണ്ടിലും അവർക്ക് കുറഞ്ഞു കിട്ടും. കാരണം സർവീസിന്റെ ചാർജ് കുറച്ച് കുറയ്ക്കാൻ പറ്റും ഇവർ കൺസെഷൻ കിട്ടിയാൽ. ബസ് യാത്ര കൺസെഷൻ ഒരു മാസത്തേക്ക് ഇത്ര രൂപ അങ്ങനെ കൊടുത്താൽ ഒരു ഗുണം വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് ഇവർ അതിലെ യാത്രയും ചെയ്യുള്ളൂ, പിന്നെ വേറെ ഒന്നിനും പോകില്ലല്ലോ കൺസെഷൻ ടിക്കറ്റ് ഉണ്ടെങ്കിൽ. അപ്പൊ അത്രയും വരുമാനം KSRTCക്ക് ഉറപ്പായി. അപ്പോൾ ഇതിനൊക്കെ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി നമ്മുടെ സെക്യൂരിറ്റിയും ഹോം നേഴ്സിംഗ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ഏകീകൃത ലൈസൻസുമായി ബന്ധപ്പെട്ട ബില്ലിന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. സ്വാഭാവികമായിട്ടും അത് പണിപ്പുരയിലാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അത് തീർച്ചയായിട്ടും അധികം താമസിയാതെ തന്നെ ആ ബില്ല് പാസ്സാക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത്രയേറെ വ്യാപകമായി 10,000-കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന, ബന്ധപ്പെടുന്ന ഒരു മേഖലയായി ഇത് മാറിയതുകൊണ്ട് തന്നെ സർവീസ് മെച്ചപ്പെടുത്താൻ ഒരു റെഗുലേഷൻസ് കൊണ്ടുവന്നാൽ അത് നിങ്ങൾക്കും ഗുണകരമാവും, ജോലി ചെയ്യുന്നവർക്കും ഗുണകരമാവും, വീട്ടുകാർക്കും ഗുണകരമാവും, എല്ലാവർക്കും ഗുണം കിട്ടുന്ന ഒരു സംഗതി ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാകുന്നത് ചാർജുകൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഒക്കെ തന്നെ, ടൈമിങ്ങിന്റെ അതൊക്കെ തന്നെ ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാകും. അടിമകളെ പോലെ പണിയെടുപ്പിക്കാതിരിക്കാൻ, അനാവശ്യമായ പരാതികളിലേക്ക് കടക്കാതിരിക്കാൻ ഒക്കെ തന്നെ ഇത്തരം ഒരു സംവിധാനം ആവശ്യമാണ്. ചിലർ നോക്കാൻ എന്തിനാണ് സംഘടന ഇല്ലെങ്കിലും വീട്ടു ജോലിക്ക് ഇപ്പോൾ ആളെ കിട്ടാൻ പാടുള്ള കാലഘട്ടം ആയതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ സർവീസ് ചാർജ് ഒന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പോയി നേരിട്ട് ചെയ്യാവുന്നുള്ളതിലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷേ ഒരു സംഘടനയുടെ ബലം എത്രമാത്രമാണെന്നുള്ളത് ചില സാഹചര്യങ്ങളിൽ അഭിമുഖീകരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് 10,000-കണക്കിന് ആളുകളിൽ പണിയെടുക്കുന്ന ഒരു മേഖല എന്നുള്ള നിലയ്ക്ക് ഒരു സംഘടനാ സംവിധാനം അത്യന്താപേക്ഷിതമാണ്. കരയുന്ന കുഞ്ഞിന് മാത്രമേ പാല് കിട്ടുള്ളൂ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട് ജോലി ജീവിക്കുന്ന ആളുകളുടെ സംഘടിതമായ ഒരു ശബ്ദത്തിലൂടെ മാത്രമേ നിങ്ങളുടെ കാര്യങ്ങൾ ബഹുജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനും ഗവൺമെന്റിനെ ശ്രദ്ധയിൽപ്പെടുത്താനും അതിലൂടെ മൊത്തത്തിൽ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാനും ഒക്കെ കഴിയുള്ളൂ. അതുകൊണ്ട് സംഘടന എന്നുള്ള നിലയ്ക്ക് 19 വർഷം പിന്നിടുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ യൗവനമൊക്കെ ബാല്യം കഴിഞ്ഞ് യൗവനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ സംഘടന. 19 വർഷം എന്ന് പറയുമ്പോൾ 18 വയസ്സ് കഴിഞ്ഞല്ലോ. ഇപ്പൊ കെട്ടിച്ചു കൊടുക്കേണ്ട പ്രായമൊക്കെ വരികയാണ് എന്ന് പറഞ്ഞതുപോലെ
സംഘടന 18 വയസ്സ് കഴിയുമ്പോൾ പ്രായപൂർത്തിയായി. അപ്പൊ ഇനി നിങ്ങൾക്ക് പിച്ച വെച്ച് നടക്കേണ്ട, പിടിച്ചു നടക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. ഒരു സംഘടനയ്ക്കൊരു സംവിധാനത്തിലേക്ക് പോകാനുള്ള സമയമായി. തീർച്ചയായിട്ടും കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോകാനും അംഗീകാരം ഉള്ള സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറാനും, അങ്ങനെ ജനങ്ങൾക്കും ജോലി ചെയ്യുന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാനും ഒക്കെ തന്നെ നിങ്ങളുടെ സംഘടനയുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കൊണ്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്, ഇന്നിപ്പോൾ നമ്മുടെ ഈ കുവൈറ്റിലെ ദുരന്തം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് എനിക്കും കൂടി ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത്. കാരണം ഇന്ന് നമ്മുടെ രാവിലെ ആരംഭിക്കേണ്ട ഒരു സഭ ഉച്ചത്തേക്ക് മാറ്റി, 3:30 മാറ്റി. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വരാൻ, സഭ നടക്കുമ്പോൾ ഇറങ്ങി വരാൻ അത്ര എളുപ്പമല്ല. എങ്കിലും ഞാൻ പറഞ്ഞു നോക്കട്ടെ, ഇടയ്ക്കൊരു സമയം കണ്ടെത്തി ഇറങ്ങി വരാൻ. അത് മാറ്റിയത് കൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടാകും. ഏതായാലും നിങ്ങളുടെ 19ാം സമ്മേളനം എൻ്റെ നിയോജക മണ്ഡലത്തിൽ വെച്ച് തന്നെ നടത്താൻ നിങ്ങൾ തീരുമാനിച്ചതിന് നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട്. പിന്നെ ഒരു കാര്യം, തലസ്ഥാനത്ത് വെച്ചല്ലാതെ നടത്താൻ നോക്കൂല, ആരറിയാനാവില്ല. അതുകൊണ്ട് എൻ്റെ അടുത്തുള്ള ഔദാര്യമൊന്നുമല്ല, ഇവിടെ വെച്ച് നടത്തണം. അപ്പൊ ഞാനിവിടുത്തെ MLA ആയിട്ട് അതുകൊണ്ട് വിളിച്ചതേ ഉള്ളൂ എന്നുള്ളത് അതും എനിക്കറിയാം. എന്നോടുള്ള പ്രത്യേക സ്നേഹമൊന്നും ആരാനോട്ടിന് ഇല്ല എന്നുള്ളത് എനിക്കറിയാമല്ലോ. അദ്ദേഹത്തിന്റെ സ്നേഹം ആരോടാണെന്ന് നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് പിന്നെ ഇവിടെ വെച്ച് നടത്തുമ്പോൾ ഈ YMCA ഇരിക്കുന്ന മണ്ഡലം, സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന മണ്ഡലം, അവിടുത്തെ MLA ഞാനില്ലാതെ ചന്ദ്രബാബു വിളിച്ചാൽ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. അതും അദ്ദേഹത്തിന്, നിങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഞാൻ വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണല്ലോ, ഇല്ലേ ചന്ദ്രബാബു? ഏതായാലും അതുകൊണ്ട് നിങ്ങളുടെ ഈ സംഘടനയുടെ എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങൾ, ഭാവുകങ്ങൾ നേരുന്നു. ഭാവിയിൽ നിങ്ങൾ ഉയർന്ന മുദ്രാവാക്യങ്ങൾ സമയബന്ധിതമായി ഗവൺമെന്റിനെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനും ഈ അംഗീകൃത സംഘടനകളുടെ അംഗങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ വിശ്വാസം ജനങ്ങളിൽ വർദ്ധിപ്പിക്കുവാനും, സംഘടന എന്നുള്ള നിലയ്ക്ക് സത്യസന്ധമായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് അങ്ങനെയുള്ള സംഘടനകളിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ നിങ്ങളുടെ ഈ സംഘടിതമായ പ്രസ്ഥാനത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട്, ഞാൻ കേരള പ്ലേസ്മെന്റ് സെക്യൂരിറ്റി ആൻഡ് ഹോം നഴ്സിംഗ് സർവീസ് അസോസിയേഷന്റെ 19ാം സമ്മേളനവും അവാർഡ് ദാന വിതരണ ചടങ്ങും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ, നിങ്ങളുടെ പ്രസിഡന്റ് ശ്രീ ആറാലമ്പുഴ ചന്ദ്രബാബു, ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് കടന്നു പോകുന്ന മുൻ മന്ത്രി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ആന്റണി രാജു MLA, പ്രിയപ്പെട്ട ശ്രീ CP അനിൽ, അഡ്വക്കേറ്റ് VG ഗിരീഷ് കുമാർ, ശ്രീ സന്തോഷ് കുമാർ, മറ്റ് ഈ വേദിയിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരള പ്ലേസ്മെന്റ് സെക്യൂരിറ്റി ആൻഡ് ഹോം നഴ്സിംഗ് സർവീസ് അസോസിയേഷന്റെ 19ാമത് സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. കേരള പ്ലേസ്മെന്റ് സെക്യൂരിറ്റി ആൻഡ് ഹോം നഴ്സിംഗ് സർവീസ് നമ്മളെ നാടിനെ സംബന്ധിച്ചിടത്തോളം ചെയ്തു വരുന്ന സേവനങ്ങൾ പലപ്പോഴും വിലമതിക്കാനാവാത്തതാണ്. ഓരോ സ്ഥാപനങ്ങളുടെയും സുരക്ഷിതത്വവും അതിൻ്റെ സുഗമമായ നടത്തിപ്പും ഈ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ഫലപ്രദമായ ഇടപെടലുകളിലൂടെയാണ് നടന്നു പോകുന്നത് എന്നതൊരു വസ്തുതയാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്
നിങ്ങൾക്ക് ലൈസൻസിങ് ഏർപ്പെടുത്തി അതിന് ഒരു ഔദ്യോഗികമായ പരിവേഷം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഈ രംഗത്ത് ഈ സംഘടന നടത്തിയിട്ടുള്ള അതിശക്തമായ ഇടപെടലിന്റെ ഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഈ അവസരത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുക. നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നേരിടുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഒന്ന്, ഈ രംഗത്തുള്ള ഒരു കടുത്ത മത്സരം ഈ രംഗത്ത് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഓരോ സ്ഥാപന മേധാവികളും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ടങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ആ കോൺട്രാക്റ്റും തന്നെ പലപ്പോഴും ക്യാൻസൽ ചെയ്യുന്ന ഒരു അനുഭവവും ചിലപ്പോൾ നിങ്ങൾക്ക് ഒക്കെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇതിലുള്ള ഏതെങ്കിലും നിങ്ങൾ എൻഗേജ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ജീവനക്കാരൻ, ഒരു തൊഴിലാളി ചെയ്യുന്ന നടപടികൾ പലപ്പോഴും ആ ഏജൻസിയെ തന്നെ ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ പലപ്പോഴും നിങ്ങളുടെ ഭാഗം കേൾക്കാൻ പോലും ഈ സ്ഥാപനങ്ങൾ പലപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. സാധാരണഗതിയിൽ അവർ നേരിട്ട് ജോലിക്ക് നിയോഗിക്കുന്ന വ്യക്തികൾക്ക് നൽകുന്നതിനേക്കാൾ വേതനവും പലപ്പോഴും കുറവായിരിക്കും. ചെയ്യുന്ന ജോലിയുടെ സമയവും വളരെ ദൈർഘ്യമേറിയതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ പല രംഗങ്ങളിലും ഒരു ജോലി സംബന്ധിച്ചുള്ള സുരക്ഷിതത്വമായിരുന്നാലും സർക്കാരിൻ്റെ പല വിധത്തിലുമുള്ള സഹായങ്ങളായിരുന്നാലും പരിമിതമായിട്ടാണ് ഈ മേഖലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതൊരു വസ്തുതയായി ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ഇങ്ങനെയൊരു ഔട്ട്സോഴ്സിങ്ങിലൂടെയാണ് നമ്മുടെ നാട്ടിൽ പല സ്ഥാപനങ്ങളും നടന്നു പോകുന്നത്. എന്നാൽ ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ തന്നെ ആ സ്ഥാപനങ്ങളുടെ സ്റ്റാഫ് അല്ല എന്ന നിലയിലുള്ള ഒരു നിലപാടും സ്ഥാപനങ്ങളുടെ മേധാവികൾ സ്വീകരിക്കാറുണ്ട് എന്നതും പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലുള്ള വലിയൊരു സാമൂഹ്യ പ്രശ്നമാണ് ബന്ധുക്കളെല്ലാം വിദൂര സ്ഥലങ്ങളിലേക്ക്, മക്കളായിരുന്നാലും എല്ലാം വിദൂര സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ രോഗശയ്യയിലായിരിക്കുമ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ ആളില്ലാതെ വരുന്ന സന്ദർഭത്തിൽ ആ മനുഷ്യജീവനുകളെ സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനും ഹോം നേഴ്സായി പണിയെടുക്കുന്നവർ വളരെ അധികം കഷ്ടപ്പെടുന്നുണ്ട്. പലപ്പോഴും വീടുകളിൽ നിന്നെല്ലാം തന്നെ മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, സ്വന്തം കുടുംബത്തെ പോലും യഥാസമയം നോക്കാൻ കഴിയാതെ ഹോം നേഴ്സുമാർ അവർ നിയോഗിക്കപ്പെട്ട ജോലിയിലേക്ക് നിൽക്കുന്നു എന്നുള്ളതും നമുക്ക് ഈ അവസരത്തിൽ കാണാൻ സാധിക്കും. ആ ഹോം നേഴ്സായി പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും അനിഷ്ടങ്ങൾക്കും അവരുടെ അതൃപ്തിക്കുമെല്ലാം നമ്മളും പാത്രീഭൂതരാകുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെയെല്ലാം പല വിധത്തിലുമുള്ള കഷ്ടനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഹോം നേഴ്സായി പലപ്പോഴും ജോലി ചെയ്യുന്നത്. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം പോലും അവരെ നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് അവരെ നോക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഇതിനു മുമ്പ് കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ലാത്ത വ്യക്തികളുടെ ശുശ്രൂഷ ഏറ്റെടുക്കേണ്ടി വരുന്നവരാണ്. എന്നാൽ എത്രയോ കാലം മുമ്പ് പരിചയവും ബന്ധവുമുള്ള ആളുകൾ എന്ന നിലയിൽ അവരോട് സ്നേഹപൂർണമായി പെരുമാറുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും പരിപാലനങ്ങളും നൽകുകയും ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. ആ നിലയിൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരുപാട് സാമൂഹ്യമായ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെടുന്നത് ഈ ഹോം നേഴ്സുമാരുടെ ഇടപെടൽ കൊണ്ടാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. ഹോം നേഴ്സുമാരില്ലാതെ
ആകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നതും നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഹോം നേഴ്സുമാർക്കായിരുന്നാലും അല്ലെങ്കിൽ ഈ സെക്യൂരിറ്റി സ്റ്റാഫുകൾക്കായിരുന്നാലും മറ്റ് ജീവനക്കാരെ പോലുള്ള സംരക്ഷണം, തൊഴിൽ സംരക്ഷണം, അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ ഇതെല്ലാം വളരെ പരിമിതമാണ്. ഓരോ ഘട്ടങ്ങളിലായി സംഘടന നടത്തുന്ന ഇടപെടലുകളിലൂടെ ഈ അവകാശങ്ങൾ ഓരോന്നോരോന്നായി നേടിയെടുക്കേണ്ടുന്നത് വലിയ ഒരു ഉത്തരവാദിത്വമായി നിൽക്കുകയാണ്. നിങ്ങൾ തമ്മിലുള്ള പരസ്പര സഹകരണവും ധാരണയിലും കൂടി ഒരുപാട് അവകാശങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായിട്ടെല്ലാം ചർച്ച ചെയ്താൽ തീർച്ചയായും സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നിയമസഭയിലെ അവസരങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.